പൊന്നുരുളിയിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്ന മീൻ ഏതെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, മത്തി. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം എനിക്ക് മത്തി നിർബന്ധമായിരുന്നു. മത്തി പല രീതിയിൽ കൂട്ടാൻ വയ്ക്കും, പക്ഷേ തനി നാട്ടിൻപുറത്തെ മത്തിയും മാങ്ങയും ഒന്ന് കഴിച്ചിരിക്കേണ്ടത് തന്നെയാണ്. ഇന്ന് ഞാൻ ഏവർക്കും മത്തിയും മാങ്ങയുമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കാണുകയും ഇതുണ്ടാക്കി നോക്കുകയും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 5-6 മത്തി മാത്രമേ ഇന്ന് ഈ കൂട്ടാൻ വയ്ക്കാൻ ഞാൻ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ചേരുവകളുടെ അളവും അതിനനുസരിച്ച് മാത്രമാണ് പറയുന്നത്. 10-20 കാന്താരിമുളക് പറിച്ചു വെച്ചു. ഇനി 5-6 വലിയ വെളുത്തുള്ളി അല്ലി, കുറച്ച് ഇഞ്ചി, ഇവ രണ്ടും ചെറിയ കഷ്ണങ്ങളായി അരിയുന്നു. 3-4 അല്ലെങ്കിൽ എരിവിനാവശ്യമായ അത്രയും പച്ചമുളകും ചരിച്ച് അരിഞ്ഞ് വെക്കുന്നു. ഇനി വേണ്ടത് മാങ്ങയാണ്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഒരു മുഴുവൻ മാങ്ങ ആവശ്യമില്ല. ഒരു മെത്തപ്പൂളും ഒരു കോടാലിപ്പൂളും മാത്രമേ എടുക്കുന്നുള്ളൂ. അഥവാ പുളി കുറവാണെങ്കിൽ ഒരു മാങ്ങ മുഴുവനായും ചേർക്കാം. മാങ്ങയുടെ കരിന്തൊലി മാത്രം ഒന്ന് അങ്ങിങ്ങായി കളഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വയ്ക്കുന്നു. 5-6 വലിയ ചുവന്നുള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വയ്ക്കുന്നു. തേങ്ങ കൊണ്ടുള്ള അരപ്പ് പീരയ്ക്ക് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ ഇനി മിക്സിയിലേക്ക് 2 വലിയ പിടി തേങ്ങ തിരുമ്മിയത്, 1-2 തണ്ട് കറിവേപ്പില, ചുവന്നുള്ളി നെടുകയും കുറുകയും ഒക്കെ നന്നായി ഒന്ന് പിളർന്നതും, കാന്താരി മുളകും, മഞ്ഞൾപ്പൊടി ഒരൽപ്പം, 1/2 മുതൽ 3/4 വരെ ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിൽ താഴെ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ് എന്നിവ പീരയുടെ പരുവത്തിന് ചതച്ചെടുക്കുന്നു. ഇനി മീൻ പാകം ചെയ്യുന്ന ചട്ടിയിലേക്ക് ആദ്യം അരപ്പ് ചേർക്കുന്നു. അതിനുശേഷം കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയ മത്തിയും ബാക്കി ചേരുവകൾ ഓരോന്നായി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ മാങ്ങയും ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുന്നു. ഒരുപാട് ബലമൊന്നും കൊടുത്ത് മത്തി ഞെക്കിക്കളയരുത്. വളരെ സാവകാശം എല്ലാം നന്നായി യോജിക്കുന്ന വിധത്തിൽ കൈകൊണ്ട് തിരുമുക മാത്രം ചെയ്യുക. ഉപ്പ് പോരെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പ് നീര് കലക്കിയത് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് പൊടിയോ ഉപ്പ് നീരോ എങ്ങനെയെങ്കിലും ചേർക്കാവുന്നതാണ്. വീട്ടിലെപ്പോഴും ഉപ്പ് നീര് കലക്കി ഉപയോഗിക്കാറുണ്ട്, അതുകൊണ്ടാണ് അത് ചേർക്കുന്നത്. പാകത്തിന് ഉപ്പും ചേർത്ത് വേവാൻ ആവശ്യമായത്രയും വെള്ളം, അതായത് കഷ്ണങ്ങൾ നികക്കെ വെള്ളവും ഒഴിച്ച് ചട്ടിയൊന്ന് ഇളക്കി ചുറ്റിച്ച് അടുപ്പിൽ വെച്ച് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കി ഒരു സ്പൂൺ കൊണ്ട് വളരെ സാവകാശം കഷ്ണങ്ങൾ, പ്രത്യേകിച്ച് മീൻ ഉടഞ്ഞു പോവാതെ പതിയെ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് അടി ചേർത്ത് ഇളക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുന്നു. വേവുകയും വെള്ളം വറ്റുകയും ചെയ്യണം. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും കഷ്ണങ്ങൾ വെന്തോ എന്നൊന്ന് പരിശോധിക്കുക. ഇനി ചട്ടി ഇതേപോലെ ഒന്ന് ചുറ്റിച്ചിളക്കിയാൽ മതി, സ്പൂണൊന്നും കൊണ്ട് ഇളക്കണ്ട. കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്, പാകത്തിന് വെന്തു. ഇനി തുറന്ന് വെച്ച് കുറച്ച് സമയം കൂടി പാകം ചെയ്താൽ മാത്രം മതി. വെള്ളം ഏറെക്കുറെ വറ്റാറാവുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിനു മേലൊന്ന് തൂവുക. മുഴുവൻ വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. തീരെ കുറച്ച് വെള്ളം മാത്രമേ അടിയിലുള്ളൂ എന്ന് കാണുമ്പോൾ ചട്ടി അടുപ്പിൽ നിന്ന് വാങ്ങുക. ചട്ടി നല്ല ചൂടായതുകൊണ്ട് അടുപ്പിൽ നിന്ന് മാറ്റിയാലും അതിൻ്റെ ചൂടിൽ ബാക്കി വെള്ളം വറ്റും. എൻ്റെ അമ്മൂമ്മയുടെയൊക്കെ ചെറുപ്പകാലത്ത് 1 രൂപയ്ക്ക് 100 മത്തി കിട്ടും എന്ന് പറയുമായിരുന്നു. ഇന്ന് 100 രൂപ കൊടുത്താൽ പോലും 1 കിലോ മത്തി കിട്ടില്ല, അല്ലേ? 300-400 രൂപയാണ് മത്തിക്ക്. അന്ന് അമ്മൂമ്മയുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ഫേവററ്റ് മത്തി വിഭവമാണ് അത്ര ഈ മത്തിയും മാങ്ങയും. ഇനി നിങ്ങൾ മത്തി വാങ്ങുമ്പോൾ തീർച്ചയായും ഈ രസ്യൻ മത്തിയും മാങ്ങയും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇത് കൂട്ടി ചോറൊക്കെ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം എൻ്റെ ചാനലും അതിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു നല്ല റെസിപ്പി വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ.